ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്രീം ചീസി ഗാർലിക് മഷ്റൂമാണ്. പേര് കേട്ടിട്ട് ആരും ഞെട്ടേണ്ട, ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ പാസ്തയൊക്കെ വൈറ്റ് സോസ് പാസ്തയൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഞാനിവിടെ മിൽക്ക് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. നല്ല വൈറ്റ് കളറിലിരിക്കുന്ന മിൽക്ക് മഷ്റൂമാണ്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാല്, ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഒറിഗാനോ എടുത്തിട്ടുണ്ട്, അതുപോലെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മൈദമാവാണ്, ഒരു സ്പൂൺ മൈദപ്പൊടി, പിന്നെ ബട്ടർ, പിന്നെ ഗാർലിക്, പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ബട്ടർ ഒരു പാനിലേക്ക് നമ്മളിട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഞാൻ കുറച്ച് അധികം ബട്ടർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സോൾട്ടഡ് ബട്ടറാണ്, അപ്പോൾ നമുക്ക് സോൾട്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മഷ്റൂം ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക. മഷ്റൂം ഇട്ട ശേഷം നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ നിന്ന് തന്നെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി നമ്മൾ അതൊന്നൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ബാക്കി അവിടെ സൈഡിലുള്ള ബട്ടറിൽ നമ്മൾ ഒരു ടീസ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. അത് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ അതൊന്ന് ബട്ടറിൽ കിടന്ന് ഫ്രൈ ആവണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് അതിങ്ങനെ കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എനിക്കിതിൽ ഒരു 1 കപ്പ് പാൽ തന്നെ ആവശ്യം വന്നിട്ടുള്ളൂ. കറക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മുടെ മഷ്റൂമും അതെല്ലാം നല്ലപോലെ കുറുകി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഒറിഗാനോന്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാക്കിയിട്ടൊന്ന് പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ആ ചീസും ആ ഒരു സോസും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. ഇതൊക്കെ ഒന്ന് ചൂടായി ആ ചീസൊക്കെ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സോസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണം തന്നെ ഇപ്പോൾ വരാൻ തുടങ്ങി. ആ ഒറിഗാനോനൊക്കെ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ. ഇറ്റാലിയൻ ഡിഷസിനൊക്കെ അത് പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം ക്രീം ചീസി ഗാർലിക് മഷ്റൂം റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയാണ്. ഇത് പാസ്തയും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കി എനിക്ക് കമൻറ്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ് ആരും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.